ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒരു കാര്യം, ഈ വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് ശക്തമായ മഴ തുടങ്ങുന്നതിന്റെ തൊട്ട് മുൻപുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വെയിൽ കാണുന്നത്. പിന്നീട് ഇപ്പോൾ പല സ്ഥലത്തും പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോയിൽ ഇപ്പം നിലവിലുള്ളതിനേക്കാളും കുറേ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അന്ന് കാസർഗോഡ് മാത്രമേ മഴയില്ലാതിരുന്നിട്ടുള്ളൂ. പക്ഷെ അവിടുന്ന് നമ്മൾ നേരെ കൊയിലാണ്ടി കണ്ണൂർ ഭാഗത്ത് വന്ന സമയത്തൊക്കെ നല്ല പിടുത്തം വിട്ട മഴ കേട്ടോ. അന്നത്തെ മഴ ഞാനൊക്കെ അവിടെ കുടുങ്ങിയതാണ്. റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ചട്ടഞ്ചാൽ ഭാഗങ്ങളാട്ടോ. പെരിയ ബസാറ്, ചട്ടഞ്ചാൽ ഭാഗങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് തെക്കിൽ പാലം. ഈ തെക്കിൽ പാലം കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയൊരു റിസ്കി ഏരിയ. നമ്മളിപ്പം ഒന്ന് രണ്ട് സ്ഥലത്തുള്ള ഏറ്റവും വലിയ പണികൾ കണ്ടു, മേഘ എഞ്ചിനീയറിങ്ങിൻ്റെ. അതേമാതിരി അതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് ഈ ചട്ടഞ്ചാൽ. ഈ ചട്ടഞ്ചാൽ വളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 വളവായിരുന്നു. എൻ്റെ പഴയ വീഡിയോസും അതുപോലെ തന്നെ ഈ ഭാഗത്തു കൂടെ യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നത്. വളരെ കുത്തനെയുള്ള ഇറക്കമായിരുന്നു താഴത്തേക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നല്ല കയറ്റവുമായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെക്കിൽ പാലം കഴിഞ്ഞിട്ട് ഉള്ള ഭാഗങ്ങളൊക്കെ 6 വരിപ്പാതയുടെ വീതിയുള്ള വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒരു ഭാഗം എന്ന് വെച്ചാൽ 3 വരിപ്പാത പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് CTSBൻ്റെയും WMൻ്റെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, നമ്മൾ ഏകദേശം തളിപ്പറമ്പ് കഴിഞ്ഞ് നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് കാര്യമായിട്ട് തിരക്ക് കാണുന്നില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്ര വലിയ വലിയ വാഹനങ്ങളൊന്നും ഇതിൽ കൂടെ അങ്ങനെ പോകുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് പലരും കമൻറ്റ് എഴുതിയാണ് ശരിക്ക് ഇങ്ങനെ റോഡ് പണിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നമ്മളെ സൗത്ത് കാഞ്ഞങ്ങാട് നിന്ന് നേരെ കാസർഗോഡ് ഭാഗത്തേക്ക് റോഡ് ഉണ്ടായിരുന്നു, അത് വീതി കൂട്ടാൻ മതിയായിരുന്നു എന്നൊക്കെ. പക്ഷെ എന്തായാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും 6 വരിപ്പാതയുടെ നിർമ്മാണങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണികളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മഴക്കാലമാണ്, അതിനോടനുബന്ധിച്ചുള്ള പല പല പ്രശ്നങ്ങളും പല സ്ഥലത്തുമുണ്ട്. ഇവിടെയൊക്കെ മണ്ണ് ഇട്ട് ഉയർത്തിയ പ്രദേശമാട്ടോ. കാരണം സൈഡിലൊക്കെ കോൺക്രീറ്റ് വാളാണ് അങ്ങനെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ ചട്ടഞ്ചാൽ വളവ് വരുന്നുണ്ട്. അതൊക്കെ 1.5 വളവ് എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ്. കാരണം ഞാനൊക്കെ ആദ്യം ഈ ഭാഗത്ത് വരുന്ന സമയത്ത് കുറേ ഭാഗത്ത് ഇന്റർലോക്ക് ചെയ്ത ഭാഗങ്ങളും അതുപോലെ തന്നെ ഒരു S വളവുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പോൾ കാര്യമായിട്ടൊരു മാറ്റം എന്ന് പറയാനുള്ളത്, അവിടെ ഒരു വയഡക്റ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ആ വയഡക്റ്റ് നിർമ്മിച്ചിട്ട് കുറച്ച് ഹൈറ്റ് ഒന്ന് റോഡ് കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റി ഈ ഭാഗത്ത് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ വിഷയമുണ്ടായ ഒരു പ്രദേശമാണ് ഇത് കേട്ടോ. അവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒരു കുന്നിൻ്റെ സൈഡ് പൂർണ്ണമായിട്ട് എടുത്തിരിക്കുകയാണ്. എന്നിട്ടാണ് റോഡ് വീതി കൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് പൊന്തിച്ച പ്രദേശമാണ്. സൈഡിലൊക്കെ സ്റ്റോൺ പാവിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇങ്ങനെ ചിരിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം റോഡിൽ നിന്നും താഴത്തേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. ഈ അടുത്ത ഭാഗത്ത് കണ്ട നിങ്ങൾ ഈ ഭാഗത്തായിരുന്നു മണ്ണിടിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പാറകളും അതുപോലെ തന്നെ ഈ മണ്ണ് ലൂസ് മണ്ണാവുന്ന സ്ഥലത്താണ് ഈ സോയിൽ നെയിലും ഷോർട്ട് ക്ലീൻ ചെയ്തൊക്കെ പാളിയിരിക്കുന്നത്. അങ്ങനെ പല സ്ഥലത്തും ഇപ്പം നമ്മളെ ദേശീയപാത 66ന്റെ നിർമ്മാണത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ മുൻപത്തെ വീഡിയോസിലേക്ക് ഞങ്ങൾ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ മാറ്റിയിട്ട് പല സ്ഥലത്തും സോയിൽ നെയിലിംഗ് ചെയ്ത സ്ഥലത്ത് വരെ ഇപ്പം കോൺക്രീറ്റിൻ്റെ ആറിവാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട്. അപ്പോൾ അതേമാതിരി ഇപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾ ഡ്രൈനേജ് നിർമ്മിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മറുഭാഗം നോക്കിയാൽ നിങ്ങൾ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ്. അപ്പോൾ ഇവിടെയൊക്കെ വലിയൊരു വളവായിരുന്നു. അത് പഴയ വീഡിയോസ് നിങ്ങൾ കാണണം. നിഷാദ് പടിഞ്ഞാറ്റുമുറ എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ കാസർഗോഡ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഏകദേശം 2022 മുതലുള്ള ദേശീയപാത 66ന്റെ വികസനം ഈ ഭാഗത്ത് നടന്ന് കാണാൻ സാധിക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇരുന്ന് അന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ട് റോഡ് ക്ലോസ് ചെയ്തിട്ട് വാഹനങ്ങൾ ഇവിടുന്ന് വേറെ ഭാഗത്തുകൂടെ ഒന്ന് കടത്തി വിട്ടിരുന്നത്. എന്തായാലും ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊക്കെ ചെറിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് വയഡക്റ്റ് വന്നിരിക്കുന്നത്. ഒരു ഷേപ്പിൽ തന്നെ. ഇപ്പം ഇതിൻ്റെ മുമ്പത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മളെ ചെർക്കള വയഡക്റ്റിനെ കുറിച്ച് പോസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് പല ആളുകൾ എന്തിനാണ് ഇങ്ങനെ ഒരു വളവ് കൊടുത്തിരിക്കുന്നത് ചോദിക്കണത്. അത് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് ഇതിനെ കുറിച്ച് അറിയുള്ളൂ എന്തിനാണ് വളവ് കൊടുത്തത്. ഞാനും പല പ്രാവശ്യം ചിന്തിച്ചാണ്. കാരണം അവിടുത്തെ റോഡൊക്കെ എങ്ങനെ പോകുന്ന വെച്ചാൽ ശരിക്കും S വളവുമാതിരിയാണ്. ഇപ്പോൾ ഈ റോഡിനെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഏകദേശം 6 വരിപ്പാതയുടെ വീതിയിലെ ടാറിങ് പൂർത്തീകരിച്ച് സെൻട്രൽ ഡിവൈഡറിന്റെ വർക്ക് വരെ പൂർത്തീകരിച്ച പ്രദേശമുണ്ട്. അതുപോലെ തന്നെ ഇനി കുറച്ച് വർക്ക് നടക്കാനുള്ള ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ച വയഡക്റ്റിന്റെ ഒരു ഭാഗത്ത് ചെറിയ തോതിൽ വർക്ക് നടക്കാനുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും ഈ മണ്ണെടുത്ത പ്രദേശത്ത് മിക്കവാറും സോയിൽ നെയിലിംഗ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും വർക്കുകളൊക്കെ ഈ ഭാഗത്ത് പൂർത്തീകരിച്ച് ഗതാഗതത്തിന് വേണ്ടി തുറന്ന് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഇതൊക്കെ വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ റീച്ച് എന്ന് വെച്ചാൽ ആദ്യത്തെ റീച്ച് തലപ്പാടി മുതൽ ചെങ്ങള വരെ ഊരാളെങ്കിലാണ്. ചെങ്ങള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ചിലാണ് ഇത്രയും അധികം ബുദ്ധിമുട്ടുള്ള ഏരിയകൾ വന്നിരിക്കുന്നത്. ഇതും കൂടാതെ വേറൊന്നും കൂടെ ഉണ്ട്, വീരമല എന്ന് പറഞ്ഞ സ്ഥലം കൂടി ഉണ്ട്. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും എങ്ങനെയാണ് ഈ റോഡ് ഇതിൽ കൂടെ കടന്നു പോകുക എന്നുള്ളത്. അത് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. കാരണം ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സോയിൽ നെയിലിംഗ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സർവീസ് റോഡ് ഉണ്ടാകുന്നതല്ല, കാരണം സർവീസ് റോഡിനുള്ള ഒരു വകുപ്പ് ഇവിടെ കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് സർവീസ് റോഡ് വരുന്നുണ്ട്. അവിടെ ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശമാണ്. അവിടെയൊക്കെ പൂർണ്ണമായിട്ട് സോയിൽ നെയിലിംഗ് അല്ല ചെയ്തിരിക്കുന്നത്. സോയിൽ നെയിലിംഗും വളരെയധികം പാളിച്ച് അന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെയൊക്കെ പൂർണ്ണമായിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതേമാതിരി തന്നെ നിങ്ങൾ പല സ്ഥലത്തും കണ്ണൂർ ബൈപ്പാസിൽ പോയാൽ കാണാൻ പറ്റും.
സോയിൽ നെയിലിംഗ് വരെ പൂർത്തീകരിച്ച ഭാഗത്ത് പിന്നീട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡബിൾ സ്ട്രോങ് എന്ന്. അപ്പം സ്ട്രോങ്ങിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കണ്ണൂക്കര ഭാഗത്ത് കണ്ടാണ് സോയിൽ നെയിലിംഗ് തള്ളിപ്പോകുന്നതൊക്കെ. എന്തായാലും ഇവിടെ ഏകദേശം പണികൾ കുറച്ച് ഭാഗത്ത് നടക്കാനുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയായിരുന്നു ഈ റോഡ് പോയിരുന്നത് എന്നുള്ളത്. കണ്ട് ഈ വളവൊക്കെ ശരിക്കും ഇത് എങ്ങനെ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കിയാൽ മതി ഇവർക്ക്. അല്ലാതെ ഇപ്പം എന്തൊരു മെച്ചമാണ് നമ്മൾ ദേശീയപാത 66 കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞിരുന്നു സ്ട്രെയിറ്റ് റോഡാണ്, കയറ്റും ഇറക്കമില്ലാത്ത റോഡുകളായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അങ്ങനെയൊന്നല്ല, പല സ്ഥലത്തും ഇതേമാതിരി പണികൾ പൂർത്തീകരിച്ച് വരുമ്പോഴാണ് വളവുകളൊക്കെ ഉണ്ടാവുന്നത്. ഇത് കണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടിയിരിക്കണം. ഇതിന്റെ മുകൾ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ട്, അവിടെയൊക്കെ ജനങ്ങൾ താമസിക്കുന്നുണ്ട്, അതിന് സർവീസ് റോഡ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ചട്ടഞ്ചാൽ ഭാഗത്താണ്. ചട്ടഞ്ചാൽ ഭാഗത്ത് അണ്ടർപാസിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് കുറേ ലേറ്റ് ആയിട്ടാണ് ഈ ഭാഗത്ത് അണ്ടർപാസിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ മണ്ണ് മാന്തിയ സ്ഥലം കണ്ടോ, അതാണ് ബെവിഞ്ച എന്ന് പറഞ്ഞ ഭാഗങ്ങൾ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട സ്ഥലങ്ങളാണത്. അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് അണ്ടർപാസ് ആണ്. അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് ക്രാഷ് ബാരിന്റെ ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ലൈൻ മാർക്കിംഗ് ഇനി നടക്കാനുണ്ട്. പല ഭാഗത്തും കാസർഗോഡ് ജില്ലയിൽ റോഡിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇതേമാതിരിയുള്ള വലിയ വളവുകളിൽ വന്ന വയഡക്റ്റിന്റെ നിർമ്മാണമാണ് ഇനി നടക്കാനുള്ളത്. അതിന്റെ കാലതാമസം മാത്രമേ ഈ ഭാഗത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പറയുന്ന പോലെ തന്നെ സർവീസ് റോഡ് വളരെ ശോകം തന്നെയാണ്. പല ഭാഗത്തും ഡ്രൈനേജും സർവീസ് റോഡും തമ്മിൽ നല്ല ചാട്ടം തന്നെയാണ്. ചില സ്ഥലത്തൊന്നും ഡ്രൈനേജിന്റെ മുകൾ ഭാഗത്തൂടെ വാഹനം ഓടിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ശേഷം പണികൾ പൂർത്തീകരിച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഒരു ഓവർപാസ് ആട്ടോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ്, സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ നോക്കുന്ന സമയത്ത് ഇതുപോലെ ഓവർപാസ് നിർമ്മിച്ചിട്ട് സൈഡിൽ പൂർണ്ണമായിട്ട് സോയിൽ നെയിലിംഗും ഷോർട്ട് കിറ്റിന്റെ വർക്കും കഴിഞ്ഞാട്ടോ. എന്തായാലും ഓവർപാസിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുകൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗത്തും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് ഇതിന്റെ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ വന്നിരിക്കുന്നത്. അതുകൂടാതെ സർവീസ് റോഡിന്റെ സൈഡിൽ ഇന്റർലോക്കിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലൊക്കെ ഗ്രില്ലുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞ പ്രദേശമാട്ടോ. നോക്കി നിങ്ങൾ ക്രാഷ് ബാരിന്റെയും അതുപോലെ തന്നെ ഡിവൈഡറിന്റെയും പെയിന്റിങ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റും വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കുനിയ എന്ന് പറഞ്ഞ സ്ഥലം. കുനിയ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തോടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. ഇതിനു മുൻപ് കുനിയ വരുന്ന സമയത്ത് അണ്ടർപാസിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് കുറേ ഗതാഗത കുരുക്കൊക്കെ ഉണ്ടായിരുന്നു. ഗതാഗത കുരുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഈ മഴ വന്നതിന് ശേഷമുള്ള കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. എന്തായാലും ഇപ്പോൾ അതൊക്കെ പൂർത്തീകരിച്ചിട്ട് 6 വരിപ്പാതയുടെ മുകൾ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചുടല കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ സർവീസ് റോഡിൽ കൂടെ വാഹനം ഓടുന്നുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും 6 വരിപ്പാതയിൽ കൂടെയാണ് വാഹനം കടന്നു പോകുന്നത്. ലൈൻ മാർക്കിംഗ് മാത്രമേ ഇവിടെ കുറേ ഭാഗങ്ങൾ കഴിയാനുണ്ട്. ഇതാണ് പെരിയ ബസാർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇതേമാതിരത്തെ ഒരു സ്ഥലം നമ്മുടെ തൃശ്ശൂർ ജില്ലയുണ്ട്, പൊരി ബസാർ എന്നുണ്ട്. രണ്ടും രണ്ടാണ്. ഇത് പെരിയ ബസാറും അത് പൊരി ബസാറും കേട്ടോ. കാസർഗോഡ് റീച്ചിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലങ്ങളിലെ ടാറിംഗ് വർക്കും അതുപോലെ തന്നെ റോഡിന്റെ മാർക്കിങ്ങും സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ വളവുകൾ വരുന്ന സ്ഥലത്ത് വയഡക്റ്റിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് കുറച്ച് പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 കാസർഗോഡ് ഭാഗത്ത് നടന്ന വർക്കുകൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.